കേരളത്തിലെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. എറണാകുളം ഏലൂരിലാണ്. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ ഗുരുതരമായ പരാമർശമുള്ളത്. അതേസമയം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇടപെടൽ മേഖലയിൽ കാര്യക്ഷമമല്ല എന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഏലൂരിന്റെ ഈ ശ്വാസം മുട്ടൽ. വിഷപ്പുകയും ദുർഗന്ധവും ശ്വാസം മുട്ടിക്കുന്ന ഏലൂർ വ്യവസായ മേഖലയിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ട്. ഏലൂർ എടയാർ വ്യവസായ മേഖലയിൽ 326 കമ്പനികൾ, 112 റെഡ് കാറ്റഗറി വ്യവസായങ്ങൾ, 120 പുകക്കുഴലുകൾ. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ തയ്യാറാക്കിയ അർദ്ധവാർഷിക റിപ്പോർട്ട് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന വായു മലിനീകരണ നിരക്ക് ഏലൂരിലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ബയോഫിൽട്ടർ സ്ഥാപിക്കുന്നത് കർശനമാക്കുന്നതുൾപ്പെടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഇടപെടലുകൾ കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ. ഏലൂരിലെ 8500 കുടുംബങ്ങൾക്കൊപ്പം സമീപ മേഖലകൾ കൂടി പരിഗണിച്ചാൽ 1.5 ലക്ഷത്തോളം പേരാണ് ദിനേന നേരിട്ട് ദുരിതമനുഭവിക്കുന്നത്. വ്യവസായ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ വായു ഗുണനിലവാര സൂചിക അളക്കുന്നതിൽ കാര്യക്ഷമത പോരെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഏലൂരിന്റെ ആരോഗ്യം സംരക്ഷിക്കണം, പലായനത്തിന് വഴിയൊരുക്കലല്ല പരിഹാരം. വ്യവസായങ്ങൾ വേണ്ടത് നാടിന്റെ ആവശ്യമാണ്, എന്നാൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാകണം. ഏലൂരിനെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കരുത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.